നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഇന്നത്തെ വീഡിയോയും ഒരു മോഡലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്യൂട്ടോറിയലാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ തേർഡ് പാർട്ടി ആപ്പ് ഒന്നും ഉപയോഗിക്കാതെ സ്കെച്ചപ്പിനകത്ത് നിന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് മോഡലിംഗ് ചെയ്യാം, അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ അതുപോലെ തന്നെ നമ്മൾ സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു ടൂള് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ നോക്കുക. കാരണം ലാൻഡ്സ്കേപ്പിംഗ് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞ ടൂൾ ആവശ്യമാണ്. അപ്പോൾ സാൻഡ് ബോക്സ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു CNC വർക്ക് ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറച്ച് 2-3 മോഡൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറഞ്ഞ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണരുത്, കണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ കൂടെ നിന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് സാൻഡ് ബോക്സ്. അപ്പോൾ ഈ സാൻഡ് ബോക്സ് നിങ്ങളുടെ പേജിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യൂവിൽ പോയിട്ട് ടൂൾ ബാർ സെലക്ട് ചെയ്ത് അതിനകത്ത് നിന്ന് ടിക്ക് ചെയ്ത് നമുക്ക് സാൻഡ് ബോക്സ് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ ലിങ്കിൽ കയറി നോക്കുക. ആ ലിങ്കിൽ ഞാൻ വ്യക്തമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. സാൻഡ് ബോക്സിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, സാൻഡ് ബോക്സിനെ പറ്റി അറിയാത്തത്. അപ്പോൾ ഇതാണ് സാൻഡ് ബോക്സ്. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കേണ്ടത് ഇതാണ്, അതായത് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്, സ്മൂവ് എന്ന ബട്ടൺ. ഈ 2 ബട്ടണാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ മോളിൽ കൊണ്ട് വയ്ക്കുകയാണ്. ഇവിടെ കാരണം നമുക്കത് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ഞാൻ സാൻഡ് ബോക്സിൽ ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രിഡ് താഴെ നോക്കുക, ഗ്രിഡ് സ്പേസിങ് കാണാം. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.50 ആണ് കൊടുത്തേക്കുന്നത്. 50 സെൻറ്റിമീറ്റർ ഗ്രിഡ് സ്പേസിംഗ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വാല്യൂ മാറ്റി കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇതിപ്പം 50 കിടക്കുന്നതുകൊണ്ട് 0.5 എന്ന് എനിക്ക് 0.5ൻ്റെ ആവശ്യമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് 10 മീറ്റർ എന്നുള്ളതിലേക്ക് കിടക്കുക. അപ്പോൾ നിങ്ങൾ 0.5 അടിച്ചിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പേസിങ് അതുപോലെ കിട്ടും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ കണ്ട സ്പേസിങ് എടുക്കുകയാണ്. ഇങ്ങനെ എടുത്ത് നമുക്കൊരു 10 മീറ്റർ ഞാൻ 10 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി അങ്ങോട്ടും ഞാൻ എന്ത് ചെയ്യുന്നു, 10 എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്തു. കണ്ട, അപ്പോൾ നമുക്കിവിടെ ഗ്രിഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. സാൻഡ് ബോക്സിൻ്റെ ഗ്രിഡ് ലൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ എന്നെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഓക്കെ, എക്സ്പ്ലോർ ചെയ്തു. ഇനി ഞാൻ സ്മൂവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സ്മൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ ഒരു റൗണ്ട് വന്നത്. അപ്പം ഇതനുസരിച്ചാണ് നമുക്ക് ഇതിനെ ഉയർത്താൻ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ റേഡിയസ്, ഈ റൗണ്ടിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. നിങ്ങൾക്കത് റേഡിയസ് 1 മീറ്റർ ആണെങ്കിൽ 1 അടിക്കുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റേഡിയസ് 1 കണ്ട ചെറുതായി. അപ്പോൾ ഞാൻ 2 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പം വലുതായി. കണ്ടോ, ഞാൻ മീറ്ററിലാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഞാൻ മീറ്ററിൻ്റെ കണക്ക് പറയുന്നത്. നിങ്ങൾ ഫീറ്റിലാണെങ്കിൽ ഫീറ്റ് അനുസരിച്ച് ചെയ്യുക, സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്റർ അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് 2 മീറ്റർ കൊടുത്ത് റേഡിയസ് കൊടുത്തു, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഇതിൽ ഒരു ബട്ടൺ ഒരു ലൈൻ പ്രസ് ചെയ്ത് ഉയർത്തുകയാണ്. കണ്ട, ഇനി അതുപോലെ ഇവിടെയും അതുപോലെ ഉയർത്തുന്നു. ഇവിടെ സ്വല്പം ഞാൻ താക്കുന്നു. ഈ ഭാഗം വരുമ്പോൾ കുറച്ചൊന്ന് ഉയർത്തുന്നു. ഈ ഭാഗം കുറച്ച് ഞാൻ താക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ടോ ഇങ്ങനെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനെ എല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നു, മേക്ക് ഗ്രൂപ്പ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയാണ് കളി. അപ്പോൾ ഞാനിവിടെ ഒരു പെൻസിൽ ടൂൾ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ ഇവിടെ തൊട്ട് ഈ ഗ്രിഡ് തൊട്ട്, ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഗ്രിഡിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഗ്രിഡ് തൊട്ട് ഇപ്പുറത്തെ ഗ്രിഡ് വരെ, അത് 9 മീറ്റർ ഉണ്ട്. ലെങ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കാണാൻ പറ്റും. നിങ്ങൾക്കറിയാമെന്നല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. 9 മീറ്റർ വരച്ചു. എൻ്റെ ഹൈറ്റ് ഞാൻ വന്നിട്ട് 3 മീറ്റർ. ഹൈറ്റ് നോക്കണം. കാരണം നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആക്സിസ് കറക്റ്റാണ്. മുകളിലേക്ക് പോകണം, 90 ഡിഗ്രി ആക്സിസാണ് ബ്ലൂ കളറിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഹൈറ്റ് 3 മീറ്റർ എന്ന് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇത് പാരലാണെന്ന് അറിയാൻ പറ്റും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പാരൽ അറിയാൻ പറ്റുന്നത് ആ കളറ് നമ്മൾ നോക്കണം. നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് അതിലുള്ള ഗ്രിഡ് ലൈൻ ഉണ്ടല്ലോ, ആക്സിസ് ലൈൻ, ഗ്രിഡ് ലൈൻ അല്ല, സോറി, ആക്സിസ് ലൈൻ.
ആക്സിസ് ലൈനിൻ്റെ കളർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ലൈൻ സ്ട്രെയിറ്റ് ആണോ അതോ വളഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പം സ്ട്രെയിറ്റ് ആണ്. 9 മീറ്റർ കൊടുത്തു, എൻ്റർ ചെയ്തു, ഇനി താഴെ കൊണ്ട് വരിക്കുന്നു. ഇപ്പം നമുക്കൊരു ഷെയ്ഡ് കിട്ടി അല്ലേ. ഇത് ഞാനൊന്ന് സെലക്ട് ചെയ്തിട്ട് കളർ കൊടുക്കുകയാണ്. നമുക്കൊരു വൈറ്റ് കളർ കൊടുത്തേക്കാം. നമ്മളെപ്പോഴും വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് കളർ കൊടുത്ത് വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് സ്വല്പം ഒന്ന് താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇതിനെ ഒന്ന് താഴേക്ക് ഇറക്കി വയ്ക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോ കോപ്പിയായിട്ട് ഞാൻ തന്നെ ഇവിടെ അതേ ലൈനിൽ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നും കോപ്പി ചെയ്ത് ഞാനിങ്ങനെ കൊടുക്കുകയാണ്. കോപ്പി ചെയ്യാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസ്റ്റൻസ് കൊടുത്ത് ചെയ്യാൻ പറ്റും. അത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ട്യൂട്ടോറിയൽ സ്ഥിരം കാണുന്നവർക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഡിവൈഡ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിപ്പം സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം, അതൊന്നും അറിഞ്ഞിടാത്ത ഒരാൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഇങ്ങനെയും ചെയ്യാം. ഞാൻ എല്ലാ ഗ്രിഡിലുമാണ് ഇത് ഓരോന്നായിട്ട് കൊടുത്തു പോകുന്നത് കേട്ടോ. എളുപ്പത്തിന് വേണ്ടി ഓരോ ഗ്രിഡിലായിട്ട് ഇങ്ങനെ കൊടുത്ത് പോവുകയാണ്. ഓക്കെ, ഇപ്പം എല്ലാ ഗ്രിഡിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനി ഈ മുകളിൽ നമ്മൾ ഈ കൊടുത്തേക്കുന്ന ഈ സാധനങ്ങൾ സ്ക്വയർ അല്ല, റെക്ടാങ്കിളായിട്ട് നമ്മളിങ്ങനെ കൊടുത്തേക്കുന്ന ഈ ബോക്സുകളിനെ എല്ലാം കൂടെ ഇവിടെ വന്നപ്പോൾ എന്തോ പ്രശ്നം പറ്റി കേട്ടോ. ഈ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ എടുത്ത് വച്ചതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്കാണ്. പോട്ടെ, അതൊരു വിഷയമല്ല. ഞാൻ ഇതിനെല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ താഴെ ഇൻ്റർസെക്റ്റ് ഫേസസ് എന്ന് പറയുന്ന സംഭവത്തിൽ വന്നിട്ട് വിത്ത് മോഡൽ, ഇൻ്റർസെക്റ്റ് ഫേസസ് എന്നുള്ളതിൽ വിത്ത് മോഡൽ എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് താഴത്തെ ഇത് ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പുഷ് ആൻഡ് പുൾ ടൂളായി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു വാല്യൂ കൊടുക്കുകയാണ്. 0.10. അതുപോലെ എല്ലാത്തിനും അതുപോലെ അതേ ഇതിൽ തന്നെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് 10 സെൻറ്റിമീറ്റർ തിക്നെസ് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലോട്ട് വന്നു. ഇനി ഞാൻ ഈ താഴത്തെ നമ്മുടെ ഈ ഗ്രിഡ് ലൈൻ അതായത് നമ്മുടെ സാൻഡ് ബോക്സിൽ ഗ്രിഡ് ലൈൻ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. കണ്ടോ, വേറെ ഒരു ടൂളും ഇല്ലാതെ നമുക്കൊരു അടിപൊളി ഒരു ഷേപ്പ് കിട്ടി. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ചെയറുകളൊക്കെ ഉണ്ടാക്കുന്ന CNC കട്ടിങ് പോലത്തെ CNC കട്ടിങ് ചെയ്ത് ചില ചെയറൊക്കെ ഉണ്ടാക്കുന്ന അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ സാൻഡ് ബോക്സ് നമ്മൾ ആ ചെയർ പോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാം. ഇതൊരു ചെറിയൊരു ഡിസൈൻ ഞാനൊന്ന് ജസ്റ്റ് കൊടുത്തന്നേ ഉള്ളൂ, എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി. ചെറിയൊരു മോഡലിങ്. ഇപ്പം നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം. ഞാൻ ഇതിന് വന്നിട്ട് ഒരു വുഡൻ കളർ കൊടുക്കുകയാണ്. വുഡൻ കളർ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ വുഡ് കളർ കൊടുത്തു. കണ്ടോ, എങ്ങനെയുണ്ട്? ഒരു അടിപൊളി സംഭവം നമുക്കിവിടെ കിട്ടിയല്ലേ. ഒരു CNC കട്ടിങ് ചെയ്തെടുക്കുമ്പോഴത്തെ ഒരു ഡിസൈൻ നമുക്ക് ഫോൾ സീലിങ്ങിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫോൾ സീലിങ്ങിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിലും ചില സ്ഥലങ്ങളിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഈ സാൻഡ് ബോക്സ് മതി, വേറെ പ്രത്യേകിച്ച് ടൂളിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ടൂളിലേക്ക് പോവാം. അടുത്തൊരു മോഡലിലേക്ക് പോവാം. ഞാൻ ഇവിടെ സർക്കിൾ എടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ചെറിയൊരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് അതിനെ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഈ പൈപ്പിൽ, ഇതൊരു പൈപ്പ് പോലെയാണല്ലോ നിൽക്കുന്നത്, ഈ പൈപ്പിൽ എനിക്ക് ഈ സൈഡിലായിട്ട് ഒരു ഹോൾ ചെയ്യണം. എങ്ങനെ ചെയ്യാം?
നമുക്കിപ്പോൾ നമ്മുടെ പുഷ് ആൻഡ് പുട്ട് ടൂള് എടുത്ത് വെച്ച് ഇപ്പോൾ ഒരു സർക്കിൾ അതിൽ വരച്ചിട്ട് അതിനെ ഒന്ന് തള്ളാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് നടക്കത്തില്ല, പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മുകളിലാണെങ്കിൽ ഓക്കെ, മുകളിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ സർക്കിൾ എടുത്ത് ഇത് വരച്ചിട്ട് പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഹോള് ചെയ്യാം. പക്ഷേ സൈഡിൽ, കാരണം അതൊരു നല്ല ഒരു മിനുസമായ ഒരു സർഫസാണ്, അവിടെ പ്രത്യേകിച്ച് വേറെ ലൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഒരു കർവ്ഡ് ഷേപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ തേർഡ് പാർട്ടി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തേർഡ് പാർട്ടി ആപ്പിന് എതിരല്ല. ഞാൻ ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മൾ ഇനിയിപ്പം പോയി ഒരു തേർഡ് പാർട്ടി ആപ്പ് സെലക്ട് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറേ ടൈം എടുക്കും. നമുക്ക് ഇതിലെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇതിനൊന്ന് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. ഇനി അടുത്ത ഒരു സർക്കിള് ഞാൻ വരയ്ക്കുകയാണ്, ഒരു ചെറിയ സർക്കിൾ. എനിക്ക് ഹോള് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒരു നീളം കൊടുക്കണം അതിന്. ഓക്കെ, അത് ഞാൻ കൊടുത്തു. ഇനി എനിക്ക് എവിടെയാണോ ഹോള് വേണ്ടത്, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു ഇത് ടേപ്പ് എടുത്തിട്ട് ഒരു ചെറിയൊരു ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിലേക്കാണ് ഞാനിത് കൊണ്ടുവയ്ക്കാൻ പോകുന്നത്. ഞാൻ ഹൈറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് അല്ല മാർക്ക് ചെയ്തത്, ഒരു ചെറിയൊരു ലൈൻ കൊടുത്തതേ ഉള്ളൂ. എനിക്ക് കറക്റ്റ് പൊസിഷനിൽ ഇത് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയാണ്. ഹൈറ്റ് മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തിരിച്ച് ടേപ്പ് പിടിക്കേണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ മാർക്ക് ചെയ്തത് എനിക്കിത് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിൽ കൊണ്ടുവച്ചു. ഇനി ഇതിനൊന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി ഞാൻ ലൈൻ അങ്ങ് മാറ്റിട്ട് ഇതിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാണ്. ഇതിനെ ഞാനങ്ങ് എക്സ്പ്ലോർ ചെയ്യും. ഇനി ഇതാണല്ലോ നമുക്ക് ഹോളായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻ്റർസെക്റ്റ് ഫേസ് എടുത്തിട്ട് അതിൽ വിത്ത് മോഡൽ എന്ന് കൊടുത്തപ്പോൾ കണ്ടോ ഇവിടെ ഒരു ലൈൻ വന്നത്. ഒന്നുകൂടെ ബാക്കിലേക്ക് പോവാം. കണ്ടോ ഇവിടെ ഇപ്പോൾ ഒരു ലൈനും ഇല്ല, ഇതിനകത്ത് നിങ്ങൾ കയറി വന്നേക്കാണ്. അപ്പോൾ ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻ്റർസെക്റ്റ് ഫേസ് അതിൽ വിത്ത് മോഡൽ എന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ ഒരു ലൈൻ വന്നു. ഇനി ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഇതിനെ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഈ ലൈൻ ഞാൻ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഇപ്പുറം ഡിലീറ്റ് ചെയ്തു. കണ്ടോ നമുക്കൊരു ഹോൾ അവിടെ കിട്ടി. ഈ ഹോള് നോക്കുക, കറക്റ്റ് ഹോളായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ താഴോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, മുകളിലോട്ടും കാണാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കളർ കൊടുത്തു നോക്കാം. കണ്ടോ കറക്റ്റ്, അതായത് ഈ പൈപ്പിൽ നമ്മൾ കറക്റ്റായിട്ടൊരു ഹോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് എന്ന് മാറ്റി എക്സ്പ്ലോർഡ് ചെയ്തതിന് ശേഷം ചെയ്തെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് നേരെ ബാക്കിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം നേരെ ബാക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് കണ്ടോ ഇതെല്ലാം രണ്ട് ഗ്രൂപ്പാണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് നേരെ താഴെ വരുന്നു, ഇൻ്റർസെക്റ്റ് ഫേസ് എടുക്കുന്നു, വിത്ത് മോഡൽ അടിച്ചു. ഓൾറെഡി ഇതിലും അതുപോലെ തന്നെ വീണു, കണ്ടില്ലേ? ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ആ ലൈൻ അതുപോലെ തന്നെ ഉണ്ട്, കണ്ടോ? പക്ഷേ ഈ ലൈനും അതുമായിട്ട് നമ്മുടെ ഈ സാധനമായിട്ട് ഒരു ബന്ധമില്ല, കണ്ടോ? ഇത് പ്രത്യേകിച്ച് നിൽക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും യാതൊരു ഇതും വരാൻ പോകുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇതിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പുറവും ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ നോക്കുക, ശരി ഹോൾ ഓൾറെഡി വന്നു, പക്ഷേ കണ്ടോ ഇതിനകം പൊള്ളയാണ്. അപ്ലൈ ചെയ്ത് നോക്കാം, കളർ അപ്ലൈ ചെയ്യാം. കണ്ടോ താഴേറ്റം വരെ കാണാം, കണ്ടോ? അതുകൊണ്ടാണ് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതിനെ ഗ്രൂപ്പ് ചെയ്തത്. ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലോർ ചെയ്യണം. ഈ രണ്ടിനെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇൻ്റർഫേസ് അതിൽ വിത്ത് മോഡലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് മെർജായി. ഇനി നമ്മൾ ഈ രണ്ട് ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു, എന്നിട്ട് ഇവിടെയും ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, കണ്ടില്ലേ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോൾ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് ചിലപ്പോൾ ട്രാവൽ ആവാം, ചിലപ്പോൾ ഡോക്യുമെൻ്ററി ആവാം, ചിലപ്പോൾ ട്യൂട്ടോറിയൽ ആവാം. വരുമ്പോഴേക്കും ഗുഡ് ബൈ.